എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71 ആദ്യത്തെ 5 ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കത് പേജ് നമ്പർ 72 ആറാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ആദ്യത്തെ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സമ്മ് കാണണം, തുക കാണണം അല്ലേ. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ 1 മുതൽ 20 വരെ അല്ലേ, 1, 2, 3, 4 അങ്ങനെ പോകുന്ന സീക്വൻസ്. അങ്ങനെ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഉടനടി നമുക്ക് എഴുതാം എന്ത്, എസ് ഈസ് ഈക്വൽ ടു അല്ലേ, എസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ തുക കാണാനുള്ള ഇക്വേഷൻ അല്ലേ, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര സംഖ്യകൾ തുകയാണ് കാണേണ്ടത്? 20 എണ്ണത്തിൻ്റെ അല്ലേ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ 20 ഇൻറ്റു n പ്ലസ് 1, 20 പ്ലസ് 1/2 അല്ലേ. അതായത് 20 ഇൻറ്റു 20 പ്ലസ് 1, 21/2. അപ്പോൾ നമുക്ക് 2 10 10 പ്രാവശ്യം അല്ലേ. അതായത് 10 ഇൻറ്റു 21 210. 21 ഇട്ട് ഈ 0 കൊണ്ട് കയറ്റിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ 210. വളരെ എളുപ്പമുള്ളൊരു ചോദ്യം അല്ലേ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ട്, എന്താണെന്ന് നോക്കിയേ. കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദി നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആൻഡ് ആഡിങ് 1. അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിനെ എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുക. അങ്ങനെ കിട്ടുന്ന ആ സീക്വൻസ് അതിൻ്റെ ആദ്യത്തെ 20 ടേമുകളുടെ 20 പദങ്ങളുടെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. അതാണ് നമ്മുടെ സീക്വൻസ് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്ന എണ്ണൽ സംഖ്യകൾ. ഈ എണ്ണൽ സംഖ്യകളെ നാം 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക അല്ലേ. അതായത് 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 5 ഗുണിക്കുക, 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 5 പ്ലസ് 1 6 അല്ലേ. ഇനി 2നെ 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 2 10, 10 പ്ലസ് 1 11 അല്ലേ. അതേപോലെ 3നെ 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. അപ്പോൾ 3 ഇൻറ്റു 5 15, 1 16. ഇങ്ങനെ സീക്വൻസ് പോകുന്നു. അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടി. ഏതാണ് സീക്വൻസ്? 6, 11, 16 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇനി ഈ സീക്വൻസിലെ എത്ര ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? 20 അല്ലേ. 20 പദങ്ങളുടെ 20 ടേംസുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 20ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ 20ാമത്തെ ടേം എത്രയായിരിക്കും? ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5 അങ്ങനെ പോയി ഇവിടെ 20 അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് നമ്മുടെ സീക്വൻസിൽ ടേം എങ്ങനെ കിട്ടി? 1നെ 5 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. 2നെ 5 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. 3നെ 5 കൊണ്ട് ഗുണിച്ചു, 1 കൂട്ടി. അപ്പോൾ 20ാമത്തെ ടേം എന്തായിരിക്കും? 20നെ 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 5 100, 100 പ്ലസ് 1 101. അപ്പോൾ നമുക്ക് 20ാമത്തെ ടേം എത്ര കിട്ടി? 101 കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം xn ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ഉണ്ട് അല്ലേ, dn പ്ലസ് f മൈനസ് d അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഇതിനെ 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. അപ്പോൾ ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാമല്ലോ. s ഈസ് ഈക്വൽ ടു സം s ഈസ് ഈക്വൽ ടു n/2 അല്ലേ ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഇക്വേഷൻ അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ xn കണ്ടുപിടിച്ചിട്ടാണ് നാം സാധാരണ ചെയ്യാറ്. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ n/2 എത്ര ഉണ്ട്? 20 ടേംസ് ആണ് അല്ലേ, 20. അപ്പോൾ 20/2 ഇൻറ്റു x1 ഒന്നാമത്തെ ടേം 6 പ്ലസ് xn അല്ലേ. അതായത് 20ാമത്തെ ടേം 101. അപ്പോൾ എന്ത് വരും? 20/2 എന്ന് പറഞ്ഞാൽ 10. 10 ഇൻറ്റു 6 പ്ലസ് 101 106 107. അപ്പോൾ എത്ര കിട്ടി? 10 കൊണ്ട് ഗുണിക്കുകയാണ് അല്ലേ. അപ്പോൾ 107 ഇട്ടു, പിന്നെ ഒരു 0 കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കാൽക്കുലേറ്റ് ഓൾസോ ദി സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ്. അതായത് ആദ്യത്തെ n ടേംസുകളുടെ തുകയും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ സീക്വൻസ് എത്ര കിട്ടിയത്? 6, 11, 16 അല്ലേ. ഇതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യത്തെ
n പദങ്ങളുടെ സം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് സം അറിയാം. സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് x1 എന്താണെന്ന് അറിയാം 6, xn നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് xn ഒന്ന് കണ്ടുപിടിക്കാം. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d അല്ലേ. അതായത് d എത്രയാണ് ഇവിടെ 5 അല്ലേ. അപ്പോൾ 5n കോമൺ ഡിഫറൻസ് 5 ആണ്. 5n പ്ലസ് എഫ് മൈനസ് ടി. ഫസ്റ്റ് ടേം 6 മൈനസ് കോമൺ ഡിഫറൻസ് 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5n പ്ലസ് 6 മൈനസ് 5 1. ഇതാണ് xn. ഇനി നമുക്ക് സംഭവം കണ്ടുപിടിക്കാമല്ലോ. s ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 അല്ലേ 6 പ്ലസ് xn നമുക്ക് എത്ര കിട്ടി? 5n പ്ലസ് 1 ഈക്വൽ ടു n/2 ഇൻറ്റു ഇപ്പം നോക്കിയാൽ 6 പ്ലസ് 5n പ്ലസ് 1 അല്ലേ. അപ്പോൾ 5n പ്ലസ് 6 പ്ലസ് 1 7. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക അല്ലേ. നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഇതുപോലെ തന്നെ ഈക്വൽ ടു n/2 ഇൻറ്റു 5n ഇതുകൊണ്ട് ഗുണിച്ചു പ്ലസ് n/2 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 ഇൻറ്റു n ഇൻറ്റു n അല്ലേ. 5n സ്ക്വയർ 5n² ബൈ 2 പ്ലസ് ഇവിടെയോ 7n/2 7n/2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 1/2 പുറത്തെടുക്കാം അല്ലേ. മുമ്പ് ചെയ്തിട്ട് നമ്മൾ 1/2 പുറത്തെടുത്തു. രണ്ടിലുണ്ട് 1/2. അതുകൊണ്ട് നമ്മൾ 1/2 പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്ത് വരും? ഇതങ്ങോട്ട് പോയി അല്ലേ. ബാക്കി 5n² 5n² പ്ലസ് ഇവിടെ എന്ത് വരും? 2 അങ്ങോട്ട് പോയി ബാക്കി 7n. അപ്പോൾ നമ്മുടെ 6ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ 7ാമത്തെ ചോദ്യം? ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 15, 21, 27 എക്സെട്ര ദാൻ ദി സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 7, 13, 19 അങ്ങനെ പോകും. അതായത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ ഒരു സീക്വൻസ് 15, 21, 27 എന്ന് തുടങ്ങുന്ന ഒരു സീക്വൻസ്, പിന്നെ അടുത്തൊരു സീക്വൻസ് 7, 13, 19 തുടങ്ങുന്ന മറ്റൊരു സീക്വൻസ്. അപ്പോൾ എന്താണ് ചോദ്യം? അതായത് രണ്ടാമത്തെ സീക്വൻസ് അല്ലേ, ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 25 ടേമുകളുടെ തുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ 25 ടേമുകളുടെ തുക കണ്ടുപിടിക്കണം. അതിനേക്കാൾ എത്ര കൂടുതലാണ് ആദ്യത്തെ സീക്വൻസിലെ 25 ടേമുകളുടെ തുക? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ 25 ടേമുകളുടെ തുക കണ്ടുപിടിക്കണം, ഇതിൻ്റെയും 25 ടേമുകളുടെ തുക കണ്ടുപിടിക്കണം അല്ലേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് നോക്കിയാൽ പറയാം. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ 25 ടേമുകളുടെ തുക എങ്ങനെയാണ് കാണുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ച് ഇത് ചെയ്യാം. പിന്നെ അതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതും ചെയ്യാം. 25 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കുക, അതിനുശേഷം അത് മൈനസ് ചെയ്ത് നോക്കാം അല്ലേ. ഏതാണ് കൂടുതൽ, എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് എന്താണ്? 15, 21, 27 അല്ലേ, അങ്ങനെ തുടങ്ങുന്നൊരു സീക്വൻസ്. ഈ സീക്വൻസിൽ എത്ര ടേമുകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കണം? 25 ടേമുകളുടെ തുക അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ 25ാമത്തെ ടേം എന്ന് വിചാരിക്കുക. ഇതാണ് 25ാമത്തെ ടേം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ x1 ഒന്നാമത്തെ ടേം, ഇത് രണ്ടാമത്തെ ടേം, ഇത് മൂന്നാമത്തെ ടേം അല്ലേ, ഇങ്ങനെ പോകുന്നു. എന്നിട്ട് എന്താണ് ഇവിടെ നമ്മുടെ 25ാമത്തെ ടേം, അതായത് x25 25ാമത്തെ ടേമാണിത്. ഇനി നമുക്ക് അതേ ഓർഡറിൽ തന്നെ നമ്മുടെ ഈ രണ്ടാമത്തെ സീക്വൻസ് ഒന്ന് എഴുതി വയ്ക്കുക. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ടേം ഏതാണ്? 7 അല്ലേ. അപ്പോൾ x1 അത് ഫസ്റ്റ് ടേം ഇവിടെ 7, അടുത്ത സെക്കൻഡ് ടേം 13, തേർഡ് ടേം 19 അല്ലേ, ഇങ്ങനെ പോകുന്നു സീക്വൻസ്. അങ്ങനെ ഇവിടെ 25ാമത്തെ ടേം ഇവിടെ വരും അല്ലേ. ഇതിൻ്റെ അടിയിൽ തന്നെ ഓരോ ടേമുകളും വന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ആദ്യത്തെ സീക്വൻസിൻ്റെ ഇത് ഫസ്റ്റ് ടേം അല്ലേ, ഇത് രണ്ടാമത്തെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം, ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കിയാൽ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എത്രയായിരിക്കും വ്യത്യാസം? ഇത് ഫസ്റ്റ് ടേം അല്ലേ, ഇതിലെ ഫസ്റ്റ് ടേം. അപ്പോൾ 15 മൈനസ് 7 എത്ര കിട്ടും നമുക്ക്? 8. ഇനി ഇതിലെ സെക്കൻഡ് ടേം, ഇതിലെ സെക്കൻഡ് ടേം, ഇവിടെ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 21 മൈനസ്
13. അത് നമുക്ക് എത്ര കിട്ടും? 8. ഇനി ഇതിൻ്റെ തേർഡ് ടേമും ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 27 മൈനസ് 19. അതും നമുക്ക് എത്ര കിട്ടി? 8 അല്ലേ? അതായത് ഇതിൻ്റെ ഓരോ ടേമുകൾ തമ്മിൽ ഇനി നാലാമത്തെ ടേമും ഇതിൻ്റെ നാലാമത്തെ ടേമും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അതും 8 അല്ലേ? അങ്ങനെ 25ാമത്തെ ടേമും ഇതിൻ്റെ 25ാമത്തെ ടേമും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അതും 8 തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വ്യത്യാസം ഉണ്ടായിരിക്കും? നമുക്കറിയാം 25 ടേമുകളുണ്ട് അല്ലേ? ഓരോ ടേമിന് 8 വെച്ച് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 ടേമിന് എത്രയായിരിക്കും വ്യത്യാസം? 25 ഇൻറ്റു 8 അല്ലേ? അപ്പോൾ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സം ഓഫ് എത്ര ടേമാണ്? 25 ടേംസ്. അതായത് ആദ്യത്തെ 25 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 25 ടേം ഉണ്ട്. 25 ഇൻറ്റു 8 എത്ര വരും? 25 ഇൻറ്റു 4 100 അല്ല? അപ്പോൾ 25 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 200. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഇതേ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിലെ 8ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് 10th ടേം 10ാമത്തെ ഒരു സീക്വൻസിലെ 10ാമത്തെ ടേം വന്നിട്ടുണ്ട് 50, 21st അല്ലെ 21ാമത്തെ ടേം വന്നിട്ടുണ്ട് 75. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. ആദ്യത്തെ 30 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം നാം സമ്മ് കണ്ടുപിടിക്കാൻ അല്ലെ SC = ഏത് ഇക്വേഷൻ ഉപയോഗിക്കാറ്? SC = n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് x1 അറിയണം, xn അറിയണം അല്ലേ? ഇത് രണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണ്ടി വരും? x1 xn കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്ത് വേണം? d വേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ആദ്യം കോമൺ ഡിഫറൻസ് d = എന്ത് വരും? നമുക്കറിയാം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ടേം നോക്കിയാൽ 21ാമത്തെ ടേം 75, 10ാമത്തെ ടേം 50. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 75 മൈനസ് 50 ബൈ ഇനി അതിൻ്റെ പൊസിഷൻ ഇത് 21ാമത്തത് ഇത് 10ാമത്തത് അല്ലേ? അപ്പോൾ 21 മൈനസ് 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 ബൈ 21 മൈനസ് 10 പറഞ്ഞാൽ 11. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 25 ബൈ 11. ഇനി നമുക്ക് എന്ത് വേണം? ഈ x1 കണ്ടുപിടിക്കണം അല്ലേ? x1 ഫസ്റ്റ് ടേം നമുക്കറിയാം. 10th ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10th ടേമിൽ നിന്ന് അതിൻ്റെ ഒന്ന് കുറച്ചിട്ട് അല്ലേ? അതായത് 9d കുറച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. സംശയമുള്ളവർക്ക് ഇവിടെ നോക്കിയാൽ x1 = എന്ത് വരും? xn മൈനസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ? ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് x1 കണ്ടുപിടിക്കാം. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞതും. അതായത് ഇപ്പോൾ നമുക്ക് xn x10 എടുക്കുകയാണെങ്കിൽ x10 മൈനസ് n മൈനസ് 1 അല്ലേ? അതായത് 10 മൈനസ് 1 ഇൻറ്റു d എത്രയാണ്? 25 ബൈ 11. അപ്പോൾ x10 എത്രയാണ്? 50 മൈനസ് 10 മൈനസ് 1 9 ഇൻറ്റു 25 ബൈ 11. അതായത് 50 മൈനസ് 9 ഇൻറ്റു 25 എത്രയാണ്? 225 അല്ലേ? അപ്പോൾ 225 ബൈ 11. ഇവിടെ നോക്കിയാൽ ഛേദങ്ങൾ സെയിം അല്ലേ? ഇവിടെ 1 ആണ്, ഇവിടെ 11 ആണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ അടിയിലുള്ള 1നെ 11 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ മുകളിലും 11 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ എന്ത് കിട്ടും നോക്കിയാൽ 50 ഇൻറ്റു 11. 50 ഇൻറ്റു 11 550. അപ്പോൾ 550 ബൈ 11 മൈനസ് 225 ബൈ 11. അപ്പോൾ 550 225 കുറച്ച് കഴിഞ്ഞാൽ 325 അല്ലേ? അപ്പോൾ 325 ബൈ 11. ഇതാണ് x1. അത് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് ഇനി ഏതാ കിട്ടാനുള്ളത്? xn കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ xn = എന്താണ് xn ഇക്വേഷൻ? x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ? അപ്പോൾ x1 നമുക്ക് എത്ര കിട്ടി? 325 ബൈ 325 ബൈ 11 പ്ലസ് n മൈനസ് 1. n എത്രയാണ്? 30 ടേം അല്ലേ? 30 ടേമിൻ്റെ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കിവിടെ x30 30 അല്ലേ? 30ാമത്തെ ടേം 30 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d എത്രയാണ്? d നമുക്ക് കണ്ടുപിടിച്ചല്ലോ 25 ബൈ 11. അതായത് 325 ബൈ 11 പ്ലസ് 30 മൈനസ് 1 29 29 ഇൻറ്റു 25 ബൈ 11. അതായത് നോക്കിയാൽ 325
ബൈ 11 പ്ലസ് 29 ഇൻറ്റു 25 അല്ലേ? ഒന്ന് ഗുണിച്ച് നോക്കിയാൽ എല്ലാവരും എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ 725 അല്ലേ? അപ്പോൾ 725 ബൈ 11. രണ്ടിൻ്റെ ഛേദം സെയിം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നേർക്ക് നേരെ കൂട്ടാം. അപ്പോൾ 300ഉം 700ഉം 1000, അപ്പോൾ 1050 അല്ലേ? 1050. അപ്പോൾ 1050 ബൈ 11. ഇതാണ് x30. ഇത് നമുക്ക് എളുപ്പം സംഭവം കണ്ടുപിടിക്കാമല്ലോ. എസ് ഈസ് ഈക്വൽ ടു n ബൈ 2. എത്ര ടേമാണ്? n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ടേം അല്ലേ? 30 ടേമാണ്. അപ്പോൾ 30 ബൈ 2 ഇൻറ്റു x1 ഒന്നാമത്തെ ടേം 325 ബൈ 11 പ്ലസ് x30 അല്ലേ? x എന്ന് പറഞ്ഞാൽ 1050 ബൈ 11 ഈക്വൽ ടു 30 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഇൻറ്റു ഇവിടെ നോക്കിയാൽ രണ്ടിൻ്റെ ഛേദം സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നേർക്ക് നേരെ കൂട്ടാലോ. അപ്പോൾ 1050ഉം 325ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കൂട്ടും? 1375 അല്ലേ? അപ്പോൾ 1375 ബൈ 11. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1375നെ 15 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ എത്ര കിട്ടേണ്ടതെന്ന് നോക്കിയേ. 20625 അല്ലേ? ഇതാണ് കിട്ടുക. ഈക്വൽ ടു 20625 ബൈ 11. അപ്പോൾ നമുക്ക് സം ഓഫ് 30 ടേംസ്, അതായത് S30 സം ഓഫ് 30 ടേംസ് 30 ടേമുകളുടെ സം നമുക്ക് എത്ര കിട്ടി? 20,625 ബൈ 11. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് തരണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാണ്? 325 ബൈ 11 അല്ലേ? അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 25 ബൈ 11 അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ 30ാമത്തെ ടേം 20,625 ബൈ 11 അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് ഹരിച്ചിടാന്ന് നിർബന്ധമുള്ള എന്ത് ചെയ്യാം? ഒന്ന് സൈഡിൽ ഒന്ന് ഹരിച്ചിടാം അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക 1875 ആയിരിക്കും ഉത്തരം കിട്ടുക. 1875. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഇതന്നെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിവിടെ x1ഉം xn അല്ലേ? ഇതാണ് xn, ഇത് xn ആണ്. മനസ്സിലായില്ല? xnനും കിട്ടി, xന് കിട്ടിയപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അല്ലേ? ഈ ഇക്വേഷനിൽ നമ്മൾ ഇതങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സുകൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നമുക്ക് വീണ്ടും പുതിയ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.